ഇതിൻ്റെ താഴെ കെല്ലറുണ്ട്, അണ്ടർഗ്രൗണ്ട്. സോ ഇങ്ങനെ നമ്മൾ മേലോട്ട് പോവുകയാണ്. ഈ ഒരു സ്റ്റെയർ കേസൊക്കെ കണ്ടു ഭയങ്കര ഭംഗിയായി കാണാൻ. എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നതിന് ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. സോ ഇവിടെ ഒരു ചെറിയൊരു ചെയറിൽ ഒരു ചെടി, അവിടെ അതുപോലെ തന്നെ റോസ്മേരി, അങ്ങനെ കുറച്ച് ചെടികൾ. ഇതൊരു പഴയ വാർഡ്രോബ്. സോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഞാനിപ്പം സ്റ്റേ ചെയ്യുന്ന റൂമാട്ടോ ഇത്. സോ ഇവിടെ തന്നെ വലിയൊരു ബുക്ക് ഷെൽഫ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അപ്പൂപ്പൻ്റെ വർക്ക് പ്ലേസും റിലാക്സിങ് പ്ലേസും ഒക്കെയാണിത്. അപ്പൂപ്പൻ നന്നായിട്ട് പിയാനോ വായിക്കും. അതുപോലെ തന്നെ അപ്പൂപ്പൻ പണ്ട് ഡോക്ടറായിരുന്നു. സോ അതിൻ്റേതായിട്ടുള്ള പണ്ടത്തെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും, റെഫർ ചെയ്ത ബുക്സുകൾ. ഇതൊരു ബെഡ്റൂമാണ്. സോ ലൗറിയുടെയും ബാസ്റ്റിയുടെയും ബെഡ്റൂം ആക്ച്വലി അത്. ഈ ഒരു വർക്ക് ആക്ച്വലി ഇത് പടം വരച്ചേക്കുന്നതല്ല, നമ്മൾ അടുത്തോട്ട് ചെല്ലാൻ നേരത്ത് മനസ്സിലാകും. ത്രെഡിൽ ഉണ്ടല്ലേ, നൂല് കൊണ്ടുള്ളൊരു വർക്കാണ്. ഇത്രയും വലിയൊരു വർക്കാണത്. ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. ചെറിയൊരു ചായ ഉണ്ടാക്കുന്ന ഒരു ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ അപ്പൂപ്പനെല്ലാം ഓർഗനൈസ്ഡായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്നന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. സോ ഇത് കണ്ടോ, നിക്കാ വിസ്കി ഫ്രം ദ ബാരൽ. ആൽക്കഹോളാണ് 51.4% വരുന്നത്. സോ അങ്ങനെ ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ മെയിൻ ഡോറിൽ നിന്നാണ് ഞാനിപ്പോൾ എൻ്റർ ചെയ്തത്. അതിനകത്ത് തന്നെ ഒരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അത് നേരെ താഴത്തേക്കിനാണ്. അവിടെ ഒരു ലിവിങ് റൂമുണ്ട്. അവിടെയാണ് ഹാനസിൻ്റെ പപ്പയും മമ്മിയും നിൽക്കുന്നത്. സോ ഞാൻ നിൽക്കുന്നത് ഇതിനകത്തുള്ളൊരു ബെഡ്റൂമിലാണ്. ഇത് കണ്ടോ, നമ്മുടെ അമ്പും വില്ലും ഒക്കെ യോഹാനസിൻ്റെ പപ്പ ആൻഡ്രിയാസിന് ഇങ്ങനെ പണ്ട് ഈ ഒരു കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി ഹണ്ടിങ്ങിനൊക്കെ പോകുമായിരുന്നു. അവിടെയുണ്ട്. സോ അതിന് ശേഷമാണിതേ ഇത് കണ്ടോ, പല രാജ്യങ്ങളിൽ നിന്ന് പപ്പ ആൻഡ്രിയാസ് കളക്ട് ചെയ്ത നൈഫുകളാണിതെല്ലാം. പല രാജ്യങ്ങളിൽ നിന്ന് ഇവർ വെക്കേഷനൊക്കെ പോകാൻ നേരത്ത് ഓരോ സ്ഥലത്തു നിന്നും കാണുന്ന ഓരോരോ കത്തികൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് വീട് തന്നെ കണ്ടു തീർക്കാൻ കുറേ സമയമെടുത്തു. സോ അതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇതൊരു ബുക്ക് ഷെൽഫാണ്. ടോപ്പ് ടു ബോട്ടം ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയ ഹ്യൂജ് ബുക്ക് ഷെൽഫ്.